കൊടക്കാടുള്ള സുലേഖ ബീവിയുടെ അടുത്തേക്കാണ് ഞങ്ങൾ പിന്നീട് പോയത്. ഇല്ലാത്ത ദിവ്യശക്തി അവകാശപ്പെട്ട് ദശകങ്ങളായി സുലേഖ ബീവി വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നു. ആദ്യം ചെറിയ തോതിൽ തുടങ്ങിയതാണെങ്കിലും വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇവർ കൊടക്കാട് ബീവി എന്നറിയപ്പെട്ടു തുടങ്ങി. ഇപ്പോൾ ഈ സ്ഥലം തന്നെ ബീവിപ്പടി എന്നാണ് അറിയപ്പെടുന്നത്. പുരുഷന്മാർക്ക് ബീവിയെ കാണാൻ കഴിയില്ല. പുരുഷന്മാരാണ് സന്ദർശകരെങ്കിൽ അടുത്ത മുറിയിലെ ചെറിയ വിടവിനടുത്തു നിന്ന് കാര്യങ്ങൾ പറയണം. ബീവി മറഞ്ഞിരിക്കുന്ന മുറി കണ്ടാൽ ആശുപത്രി മുറി പോലെ തോന്നിക്കും. ബീവി നിർദ്ദേശിക്കുന്ന പരിഹാരമാർഗങ്ങൾ സഹായികൾ കുറിച്ചെടുത്തു തരും. സ്ത്രീകൾക്ക് ബീവിയോട് നേരിട്ടു കാര്യങ്ങൾ പറയാം. ഞങ്ങൾ ചെല്ലുമ്പോൾ ബീവിയുടെ വീട്ടിൽ സന്ദർശകർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് പ്രവേശനമെങ്കിലും ദൂരെ നിന്ന് വന്നവരാണെന്ന് പറഞ്ഞപ്പോൾ സമയം അനുവദിച്ചു. ഇല്ല ബുക്ക് ചെയ്തിട്ടില്ല. കാത്തിരിപ്പിനൊടുവിൽ പേര് വിളിച്ചപ്പോൾ ഞങ്ങൾ മുറിയിലെത്തി. അനുജന്റെ കുട്ടിയുടെ പിറന്നാൾ ദിവസം ഭാര്യയുടെ 5.5 പവന്റെ സ്വർണമാല കാണാതെ പോയെന്ന കളവാണ് ഞങ്ങൾ ബീവിയോട് പറഞ്ഞത്. അനിയന്റെ ഫൈസൽ എന്ന് പറഞ്ഞ അനിയുണ്ട്, അത് വിദേശത്താണ്. അവരുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് എന്റെ വൈഫിന്റെ ഒരു 5.5 കാണാതെയായി. നമുക്ക് വേണ്ട ഇന്നോ രണ്ടാമതൊരു ഭക്ഷണം വയ്ക്കാനും ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ നമുക്ക് പരാതി കൊടുക്കാനും പറ്റാത്ത അവസ്ഥയായി. അപ്പൊ നമ്മള് അമ്മായിയുടെ മോളെ വീടുണ്ട് ഇവിടെ. അവരാണിപ്പോ ഭാര്യയുടെ പേരാ റസീന. കേട്ടില്ല. കിട്ടും. അല്പസമയത്തെ ജപത്തിനു ശേഷം കളവുപോയ മാല സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ബീവി കണ്ടെത്തി. ബീവി നടത്തുന്നത് ശുദ്ധ തട്ടിപ്പാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അവർ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ. ഇതിൽ കണക്ക് ഓതാൻ പറഞ്ഞത് ചിലപ്പം ഒരു 15 ദിവസം കൂടി കിട്ടിയെന്ന് വരും. കണക്ക് വരെ ഓതണം. ദിക്കർ 5 മാസം, സൂറത്ത് 40 ദിവസം, യാസീൻ 3 മാസം. ചെറുപഴം കുട്ടിന്റെ കയ്യിലാണ് ഈ സാധനം ഉള്ളത്. അത് തിരിഞ്ഞു മറിഞ്ഞ് കിട്ടും. ഈ തട്ടാമ്പടിയൊന്നും കൊടുത്തിട്ടില്ല, വിറ്റിട്ടില്ല. ഒരാളെ പെട്ടിയിലുണ്ട്. അത് ചിലപ്പോ വീട്ടിനുള്ളിൽ വരും, ചിലപ്പോ ആള് മുഖേന തരും. അതിന് അവധി ഉണ്ട്. 3 മാസത്തിനുള്ളിലാണ് കിട്ടും. 3 മാസത്തിനുള്ളിൽ നിന്നാണ് ചിലപ്പോ ഒരാഴ്ചയോടെ കിട്ടിയെന്ന് വരും. 3 മാസം വരെ അവധി ഉണ്ട്. ഒരു നറുക്ക് തരത് കിട്ടിയ വളത്തിലിടാൻ. ഈ ഫൈസൽ എന്ന് പറയണത് അവൻ ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ ആദ്യത്തെ കുട്ടിയാ. 1.5 വർഷമായി പോയിട്ട്. ഇപ്പൊ അവനെന്താ സംഭവിച്ചു, നാട്ടിലേക്ക് വിടണില്ല. അവന്റെ പാസ്പോർട്ട് വിസ ഇതൊക്കെ അവിടെ പിടിച്ചു വെച്ചേക്ക. കുറച്ചൊരു ചീപ്പുണ്ട് ഫൈസലിനെ. ആരെല്ലാം എന്തേലും എങ്ങനെ ബംഗ്ലാദേശിൽ ഒരു സത്തുക. അവന്റെ പേര് ഫൈസല്. ഇതിപ്പോ നിങ്ങൾ ആരാ ഫൈസല്? അനിയനെ മനസ്സിലാക്കി ഉമ്മാക്കൊരു തേങ്ങ ചെയ്യാൻ. എങ്ങനെ അനിയനെ മനസ്സിലാക്കി ഉമ്മാനൊരു തേങ്ങ ഇനി വെട്ടാണ്ട് തേങ്ങ വെട്ടത്തെ രൂപ എഴുതിക്കാണ്. ഫൈസലിന് നെയ്യുണ്ട്, അത് ഉമ്മ ചെയ്യാം. ആള് ഗൾഫിലാക്കി എടുക്കുന്നുണ്ട്. ഒരു ബംഗാളിന്റെ തെറാണ്. അത് മാത്രമാക്കണം. അതൊന്നും പ്രസവിച്ച് ഉമ്മാനെ ഇനി വെട്ടാൻ. ഫൈസലിനുള്ള ബുദ്ധിമുട്ടൊക്കെ ഫൈസൽ അടുത്തെത്തും. ഫൈസല് 100 ശതമാനമൊക്കെ ശരിയായാല് മാർച്ച് 10-നുള്ളിൽ ഇത് ഫൈസൽ വന്നാൽ കഴിച്ചിടാം. ഭാര്യയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന കള്ളം പറഞ്ഞാലും ഉടൻ തന്നെ കൊടക്കാട് ബീവി കാരണം കണ്ടെത്തി പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കും. പിന്നെ അതിന്റെ തന്നെ ഞാൻ പറഞ്ഞല്ലേ, അവരുടെ വൈഫേ ഈ പ്രസവം കഴിഞ്ഞ ശേഷേ ഭയങ്കര ഡിപ്രഷനും ഉറക്കല്ലായ്ക്കും വേളൊക്കെയാണ്. ടെൻഷനാണ്. അസുഖമാണ്, നരമ്പിന്റെ അസുഖമാണ്. സ്വപ്നം കാണാൻ എത്തിച്ചാടാ പേടി. ഓളെ പേരെന്താ? അവളെ പേര് റസിയ. മരുന്ന് എന്തെങ്കിലും കൊടുത്താ കുടിച്ചുവാ? കൊടുത്താ കുടിക്കും. ഓക്ക് ചെറിയ ചെറിയ കാര്യത്തിന് ഭയങ്കര പേടി. റസിയാക്ക് അർത്ഥമില്ല, റലിയാന്ന് എഴുതിക്കാം.
റസീനാക്ക് അർത്ഥമുണ്ട്, റസിയാക്ക് അർത്ഥമില്ല. അതുപോലെ ഇളച്ചിൻ്റെത് റസിയാന്ന് എനിക്ക്. വലിയ ദേഷ്യക്കാരിയാണ് ബീവി. അവരുടെ സംസാരം കേട്ടാൽ തോന്നുക നാട്ടുകാരെ നന്നാക്കാനാണ് ഈ കള്ളങ്ങളെല്ലാം തട്ടിവിടുന്നതെന്നാണ്. പറയുന്നത് അങ്ങോട്ട് കേൾക്കും. ഒന്ന് കഴിഞ്ഞ പോലെ ഒന്ന് പറയില്ലേ. ഞങ്ങൾ രാവിലെ 8 മണിക്ക് ഇരിക്കണ ഇരിക്കാം, നീച്ചിട്ടില്ല. 8 മണിക്ക് ഇരുന്നത് നീച്ചിട്ടില്ല. ഇവിടെ നിങ്ങൾ കരുതി അവിടെ ആളില്ല. കാരണം ഈ നേരം 1 മണിക്ക് വരാൻ പറഞ്ഞത് പോയത് 4 മണിക്കാണ്. അതിനൊക്കെ തിരക്കേന്. നിങ്ങളൊന്ന് പറഞ്ഞ് ഞാൻ വിട്ടേന്. പൈസ തന്നെ മനസ്സിൽ കയറ്റി ഉമ്മാന്ന് ഇങ്ങനെ തേങ്ങ വെട്ടാൻ. തേങ്ങ വെട്ടന്റെ സൂറത്ത് ഇതിൽ എഴുതുന്നുണ്ട്. പിന്നെ ഇതിൽ ഓതാണ്ട്. അത് ഉമ്മ ഓടുക. സൂറത്തിൽ അന്നാം ഓരോ വെള്ളിയാഴ്ച ഓരോ അന്നാം ഓടുക. ദിവസം 2 യാസീൻ 3 മാസം. ബീവി പറഞ്ഞ പരിഹാര മാർഗങ്ങൾ സഹായികൾ എഴുതി വിശദീകരിച്ചു തരും. ഇത് അനിയ വന്നാ ഒഴിവാക്കുക, ഉമ്മാന്റെ അടുത്ത് കൊടുക്കുക, അമ്മായത്ത് കൊടുക്കുക. ഇത് നമ്മളെ ബാലിന്റെ അടുത്ത് കൊടുക്കുക. ബാല് കിട്ടിയാലും ഒഴിവാക്കുക, പോയത് കിട്ടിയാലും. നല്ല വെള്ളത്തിലാണ്. നല്ല വെള്ളത്തിലിടുക. യാസീൻ ചൊല്ലലും തേങ്ങ വെട്ടിമുറിക്കലുമൊക്കെ മാത്രമാണ് ബീവിയുടെ പരിഹാരമാർഗങ്ങൾ എന്നു ധരിക്കരുത്. മെഡിക്കൽ സ്റ്റോറിന്റെ പേരച്ചടിച്ച കുറിപ്പടിയിൽ മരുന്നുകളും ബീവി എഴുതിത്തരും. ജിന്നു ദേഹത്ത് കയറുമ്പോഴാണ് സുലേഖ ബീവി ദിവ്യശക്തി ലഭിച്ച് പ്രവചനക്കാരിയും വൈദ്യരുമൊക്കെയാകുന്നത്. 22 കൊല്ലമായി ഞാൻ ഇവിടെ. 22 കൊല്ലം. നമ്മുടെ ശരീരത്തിലുള്ള രോഗം മുഴുവൻ പറയും. അത് ഈ ജിന്നിന്റെ ഇതാണ്, കഴിവാണ്. എന്താ കയറിയതെന്ന്? ജിന്നിന്റെ ജിന്ന് നമ്മുടെ ശരീരത്തിലുള്ള ഇതെല്ലാം പറയും. അവര് അതിന്റെ ഉള്ളിലുണ്ടായാലേ ഉണ്ടാവുള്ളൂ. അതിന് പോയാൽ സാധാരണ മനുഷ്യന്മാരെ പോലെ. ആദ്യം കണ്ട ഖബർ നിർദോഷമായ വിശ്വാസ തീഷ്ണതയ്ക്ക് ഉദാഹരണമെങ്കിൽ സുലേഖ ബീവി നടത്തുന്നത് ബോധപൂർവമായ തട്ടിപ്പാണ്. അവകാശപ്പെടുന്നത് പോലെ ദിവ്യശക്തി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ബീവിക്ക് ഞങ്ങൾ പറഞ്ഞ കളവുകൾ മനസ്സിലായില്ല? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഇവിടെ വിദ്യാഭ്യാസപരമായും മറ്റും പിന്നാക്കം നിൽക്കുന്ന നിരവധി പേരെയാണ് ഇവർ പണത്തിനു വേണ്ടി കബളിപ്പിക്കുന്നത്. നിയന്ത്രിക്കേണ്ടവർ പോലും തട്ടിപ്പിന് വളം വെക്കുന്ന നാട്ടിൽ എന്നാണ് ഇത്തരക്കാർക്ക് അറുതിയുണ്ടാവുക?